മോചനം എന്ന പേരിൽ ഹമാസിനെ മുൻനിർത്തിക്കൊണ്ട് ആഗോള ഇസ്ലാമിക ഭീകരവാദികൾ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ ചെറുത്തുനിൽപ്പുകൾ ഫലപ്രദമായി തുടരുന്നതിനിടെ ഇസ്രായേലിനെതിരെ ശക്തമായ ഉപരോധവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ലോകമെമ്പാടുമുള്ള 28 ഇസ്രായേൽ എംബസികൾ ഇന്നലെ അടച്ചുപൂട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ഏപ്രിൽ 1 ഇറാനിലെ ഡെക്രാനിൽ നടന്ന ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധത്തിൽ പങ്കെടുത്ത തീവ്രവാദ അനുഭാവികൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പതാകകൾ കത്തിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വിദേശ രാജ്യങ്ങളിൽ നയതന്ത്ര സേവനങ്ങൾ നൽകുന്നവർ ഇറാന്റെ ആക്രമണ സൂചനകളുടെ ആശങ്കകൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ നയതന്ത്രജ്ഞർക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമെന്ന ഭീഷണിയെ തുടർന്ന് ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ എംബസികൾ അതീവ ജാഗ്രതയിലാണ്. ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകാനുറച്ചുള്ള ഇറാന്റെ നീക്കങ്ങളെ അതേ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കാൻ തയ്യാറായ IDF അവധിയിലായിരുന്ന കോമ്പാറ്റ് യൂണിറ്റുകളെയും സജ്ജരാക്കി സേനയെ വിന്യസിച്ചിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ തുടർച്ചയായി പരാജയപ്പെട്ടതിനാലും സയനിസ്റ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയാത്തതിലും നിരാശനായ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മാനസിക സമനില പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും അത്തരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെല്ലാം നയതന്ത്ര മാനദണ്ഡങ്ങൾക്കും അന്താരാഷ്ട്ര ഉടമ്പടികൾക്കും ലംഘനമായിട്ടുള്ളതാണെന്നും പറഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയൻ ഇറാന്റെ പ്രതിരോധ നീക്കങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. തൊട്ടു പിന്നാലെ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് റഷ്യ രംഗത്തുവരികയും സിറിയൻ അതിർത്തികളിലെ ഗോലാൻ കുന്നുകളിൽ തങ്ങളുടെ കൂടുതൽ സേനയെ വിന്യസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. സിറിയൻ പ്രവിശ്യകളായ കുനീത്രയിലും ദാറയിലുമാണ് സംഘർഷം ലഘൂകരിക്കാൻ എന്ന പേരിൽ റഷ്യയുടെ സൈനിക പോലീസ് സേന അണിനിരന്നിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ സൈനിക സഹായവുമായി വീണ്ടും രംഗത്ത് വരുമെന്ന സൂചനകളാണ് മറുഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പലതവണ മാറിപ്പോയെങ്കിലും വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ പടിവാതിക്കലാണ് ലോകം ഇന്ന്.